ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാത് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അഭിസതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തതോദയതേ വിവേകഃ. അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരി ഓം ഹരി. എല്ലാവരും കൂടി കണ്ണടച്ച് കൈകോർത്ത് മടിയിൽ വെച്ച് കഷ്ടപ്പെടാത്ത തരത്തിൽ നിവർന്നിരുന്ന് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ പതിവ് പോലെ ഓംകാരം 3 തവണ ജപിക്കുക. നിങ്ങളുടെ കൂട്ടശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും അതിൽ പങ്കെടുത്തു എന്നുള്ള തോന്നൽ നമുക്ക് മനസ്സിലുണ്ടാവണം. മടിയില്ലാതെ വളരെ വിശേഷപ്പെട്ട ഒരു പുണ്യ അവസരമാണ്, അനുഗ്രഹകരമാണ്. ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശവും സങ്കല്പവും ഈ കൂട്ട ഓംകാര ജപ തപസ്സുണ്ടല്ലോ, ഇത് ഈ ഭൂമണ്ഡലം ഒട്ടാകെ വ്യാപിച്ച് പ്രസരിച്ച് അതിൻ്റെ മംഗള സ്വാധീനം എല്ലാ സ്ഥലത്തും പ്രസരിപ്പിക്കണം, പരത്തണം എന്നുള്ളതായിരിക്കണം ഉദ്ദേശം. അങ്ങനെയുള്ള ഒരു സങ്കല്പം നമുക്ക് മാത്രമേ ഈശ്വര സൃഷ്ടിയിൽ സാധിക്കൂ. ഈശ്വരൻ സങ്കല്പ രൂപത്തിലാണ് ദ്രവ്യപ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് എന്നുള്ളത് ഓർമ്മയിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സാധനവും ഉണ്ടായിരുന്നില്ല, ഒരു ദ്രവ്യവുമില്ല, ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് ഈ ദ്രവ്യപ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയത് എന്ന് വരുമ്പോൾ സങ്കല്പശക്തി കൊണ്ട് മാത്രമാണ്. അത് നല്ല പോലെ ഓർമ്മ വയ്ക്കുക. ഹരിഹി ഹരിഹി ഓ ഒരൊറ്റ ആളുടെ ശബ്ദം എൻ്റെ ചെവിയിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവരും കൂടി ജപിക്കുക. എന്താ അത്ര മടി? നാവും തൊണ്ടയൊക്കെ എന്തിനാ? ഇതാ ഓ പോരാ. ഇതാ ഓ ഹരിഹി ഓം തസ്. ജയഗുരു. ഭാരത ജനനിയുടെ സത്പുത്രിമാരെ നമ്മൾ ഈ വേദിയിലും ചിരപുരാതനമായ ഈ സന്നിധാനത്തിലും ഇതേമാതിരി കൊല്ലം തോറും വന്ന് സന്നിഹിതരാകുന്നത് കഴിഞ്ഞ 19 കൊല്ലമായി നടക്കുന്നതാണ്. 20ാമത്തെ കൊല്ലമാണിത്. ആദ്യത്തെ 18 കൊല്ലക്കാലം നാം ഭഗവത്ഗീതയിലെ ഓരോ അധ്യായമായി എടുത്ത് വിശകലനം ചെയ്ത് ഭഗവത്ഗീതയ്ക്കും ജ്ഞാനയജ്ഞങ്ങൾക്കും തന്നെ പുതിയ ഒരു മാനവും മഹിമയുമാണ് ഉണ്ടാക്കിയത്. തത്വസമീക്ഷ. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും പ്രതിപാദിക്കുന്നതാണ്. ആ പ്രതിപാദനത്തിന് രുചിയും താല്പര്യവും ജനിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില സംഭവങ്ങളെയും വ്യക്തികളെയും സ്ഥലങ്ങളെയും എല്ലാം ലാക്കാക്കി ആധാരമാക്കി ആയിരിക്കും സംവാദമോ അവതരണമോ നടത്തുന്നത്.
മനുഷ്യ മനസ്സിൻ്റെ വൈഭവമാണത്. എന്ത് കാര്യവും പറയുന്നത് മനുഷ്യരുടെ ശ്രദ്ധയിൽ പെടണം എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലടക്കം നിങ്ങൾക്ക് കാണാം എന്ത് നടന്നു, എവിടെ നടന്നു, ആരെ ചൊല്ലി നടന്നു, എപ്പോൾ നടന്നു എന്ന്. ഈ സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്താൽ മാത്രമേ നമുക്ക് സംവദിക്കുന്നതിന് കൂടുതൽ അർത്ഥവും പ്രസക്തിയും കേൾക്കുന്നവർക്കോ വായിക്കുന്നവർക്കോ രുചിയും ഉണ്ടാകൂ. ഭഗവത്ഗീത എന്ന് പറയുന്നത് 13 കൊല്ലത്തെ തയ്യാറെടുപ്പിന് ശേഷം അർജുനൻ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ രണഭൂമിയിൽ വന്ന് ചേർന്നു. കൃഷ്ണനായിരുന്നു തേരാളി. 13 കൊല്ലത്തെ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് തയ്യാറെടുപ്പാ? കൂടുതൽ കൂടുതൽ അമ്പും വില്ലുമൊക്കെയായി തൊടുത്ത് സമ്പാദിച്ച ഒരു നേട്ടമല്ല. വളരെ കഠിനമായ തപസ് ചെയ്തു, പാശുപതാസ്ത്രം സമ്പാദിച്ചു പരമശിവന്റെ കയ്യിൽ നിന്ന്. അതിൻ്റെ ഇടയിൽ കൃഷ്ണനുമായി പലതും ചെയ്തതിന് ശേഷം ഗാണ്ഡീവവും ഒരു സമ്മാനമായി കിട്ടി. അങ്ങനെ 12 13 കൊല്ലക്കാലം സുദീർഘമായ സങ്കീർണമായ വളരെ ഗാഠമായിരിക്കുന്ന ഒരു തപോനിഷ്ഠയായിരുന്നു. ആ തപോബലത്തോടും കൂടിയാണ് വന്നിരിക്കുന്നത് യുദ്ധം ചെയ്യാൻ. എന്നിട്ടാണ് നേരിട്ട് സൈന്യത്തെ ഒന്ന് പരിശോധിക്കാം എന്ന് വിചാരിച്ച് കൃഷ്ണനടുത്ത് തേര് തെളിച്ച് കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞതും, കൃഷ്ണൻ ഒന്ന് പറഞ്ഞാൽ 1.5 2 4 ചെയ്യുന്ന ആളാണ്. അർജുനനെ തേര് തെളിച്ച് ഭീഷ്മൻ്റെയും ദ്രോണൻ്റെയും മുൻപിലാണ് കൊണ്ടുപോയി നിർത്തിയത്. എന്നിട്ട് നല്ല പോലെ നോക്കി കണ്ടോളൂ അർജുന, ഈ യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തിയും സന്നാഹവും ബലവും വിവേകവും വേണ്ടത്ര ഉണ്ടോ? ഇത്ര നാളും ചെയ്ത തപസ്സുകൊണ്ട് മാത്രം അത് മുഴുവനായോ? അവിടെ നിൽക്കുന്നത് ഭീഷ്മനാണ്, മുത്തശ്ശൻ. ഇപ്പുറത്ത് നിൽക്കുന്നത് ദ്രോണൻ, ആചാര്യനാണ്. അദ്ദേഹം തന്നെ പഠിപ്പിച്ചു തന്ന ആ വിദ്യ ആചാര്യൻ്റെ നേരെ തന്നെ പ്രയോഗിച്ച് അദ്ദേഹത്തിനെ വധിക്കുക എന്ന് പറഞ്ഞാൽ ഉപായപ്പെട്ട കാര്യമല്ല. ചെറുപ്പകാലം മുതൽക്ക് മടിയിലിരുത്തി ചോറ്റൂറുള്ള കൊടുത്ത് വളർത്തിയിട്ടുള്ള ആളാണ് ഭീഷ്മൻ പിതാമഹൻ. ഈ ആചാര്യൻ ഒരു ഭാഗത്ത്, അതേ ഭാഗത്ത് ഭീഷ്മൻ പിതാമഹനുമുണ്ട്. ഇവർ 2 പേർക്കും ഈ അർജുനാദികളോട് ഒരു തരത്തിലുള്ള വൈരമോ ദേഷ്യമോ നീരസമോ ശത്രുതയോ ഇല്ല. അവർ 2 പേരോടും അർജുനൻ്റെ മനസ്സിലെ അങ്ങേയറ്റത്തെ ആദരവും പ്രതിബദ്ധതയുമാണ് ഉള്ളത്. അവർക്ക് ഇങ്ങോട്ടാണെങ്കിൽ അരുമയാണെന്നൊരു തോന്നലും അനുഗ്രഹ ബുദ്ധിയും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പടപൊരുതുന്നത് എങ്ങനെ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് അർജുനത് മുമ്പ് മനസ്സിലാക്കിയില്ല എന്നുള്ളത് വേറെ കാര്യം. അവിടെ കൊണ്ടുപോയി നിർത്തിയപ്പോഴാണ് അർജുനൻ്റെ സപ്തനാഡികളും തളർന്നത്. വായ വരണ്ടു, മനസ്സ് ചുഴലിക്കാറ്റ് പോലെയായി. ബുദ്ധി പറഞ്ഞു ചെയ്യാൻ പുറപ്പെടുന്നത് മഹാപാപമാണ്, ചെയ്യരുത് എന്ന്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ എന്തെല്ലാമാണ് ഇനി ഉള്ളത്? ഭൗതിക സമ്പത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഗാണ്ഡീവമാകട്ടെ പിടിച്ച പിടി ഉറയ്ക്കാതെ കയ്യിൽ നിന്ന് വഴുതി ഇറങ്ങി വീഴുക ചെയ്തത്. ഇനി ഒരു മനുഷ്യനെ സഹായിക്കാൻ ലോകത്തിൽ എന്തുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയൂ. ആ സമയത്താണ് നിൽക്കാൻ വയ്യാതെ കുഴഞ്ഞ് തളർന്ന് അമ്പും വില്ലും താഴത്ത് വെച്ച് ഇരിപ്പായത് അർജുനൻ. ആ അർജുനനോടാണ് കൃഷ്ണൻ ഭഗവത്ഗീത എന്ന് പറയുന്ന സംവാദം നടത്തിയത്. 700 ശ്ലോകങ്ങളുള്ള ആ ടെക്സ്റ്റ്, അതാണ് നാം 18 കൊല്ലക്കാലം ഇവിടെ പ്രതിപാദിച്ചത്. ആ ഗ്രന്ഥത്തെ നാം ആദരിക്കുന്നതും അനുധാവനം ചെയ്യുന്നതും വെറും ചരിത്ര സംഭവം എന്നുള്ള പേരിൽ മാത്രമല്ല, അതിലുള്ള ശ്ലോകങ്ങളിൽ നാം കാണുന്ന തത്വങ്ങൾ, മൂല്യങ്ങൾ, സിദ്ധാന്തങ്ങൾ, പ്രതിപാദനങ്ങൾ, വിവരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ, വിശേഷപ്പെട്ട പല സംഗതികളും അതിൽ പറഞ്ഞിട്ടുണ്ട്. നടന്നത് യുദ്ധസംവാദമാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായി അപഗ്രഥിച്ച് അതിലുള്ള ഘടകങ്ങൾ എന്തെല്ലാം, അവയ്ക്കും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധമെന്ത്, ഈ പ്രപഞ്ചം തന്നെ നിൽക്കുന്നത് എവിടെ, അതിൻ്റെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ, കമ്പോണൻസ് എന്തെല്ലാം എന്നിങ്ങനെ പ്രപഞ്ചത്തെയും മനുഷ്യ വ്യക്തിത്വത്തെയും ഒരുപോലെ വിശകലനം ചെയ്ത് പ്രതിപാദനം ചെയ്ത് അർജുനനെ ഉദ്ബുദ്ധനാക്കേണ്ടി വന്നു ആ മഹാഭാരത യുദ്ധം നടത്താൻ വേണ്ടി. വെറും യുദ്ധം നടത്തുന്നത് മാത്രമായിരുന്നില്ല അവിടെ കൃഷ്ണൻ്റെയോ അർജുനൻ്റെയോ ഉദ്ദേശം.
ആ യുദ്ധം ഒരു നിമിത്തം, ഒരു ഹേതു മാത്രം. ആ നടന്ന സംവാദം അർജുനന് മാത്രമല്ല, ലോകത്തിൽ ജനിച്ചവർക്കും ജനിക്കുന്നവർക്കും ജനിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും തന്നെ ജീവിതത്തിന് തക്ക വെളിച്ചം നൽകണം. ആത്മബലം രചിക്കണം മനുഷ്യൻ്റെ ഉള്ളിൽ. മനസ്സിന് മനസ്സാന്നിധ്യം വേണം, ബുദ്ധിക്ക് ആശയ തെളിച്ചം വേണം. എന്ത് സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം, തെളിച്ചമുണ്ടാകണം, സ്ഥൈര്യമുണ്ടാകണം, പ്രത്യുത്പന്ന മതിത്വം വേണം. ഇതെല്ലാം രചിക്കാവുന്നതും രചിച്ചുകൊണ്ടിരിക്കുന്നതുമായ വിശേഷപ്പെട്ട ഒരു ശാസ്ത്രമാണ് ഭഗവത്ഗീത. എവിടെയാണ് നമ്മളതിനെ കാണുന്നത്? മഹാഭാരതം എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ 5153 കൊല്ലം മുൻപ് വ്യാസദേവൻ രചിച്ച ചരിത്ര ഗ്രന്ഥമാണത്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, വ്യാസദേവൻ തൊട്ട 6 തലമുറ. വ്യാസദേവൻ്റെ മകൻ പാണ്ഡു, പാണ്ഡുവിൻ്റെ മകൻ അർജുനൻ, അർജുനൻ്റെ മകൻ അഭിമന്യു, അഭിമന്യുവിൻ്റെ മകൻ പരീക്ഷിത്ത്, പരീക്ഷിത്തിൻ്റെ മകൻ ജനമേജയൻ. 6 തലമുറ. മഹാഭാരതം എഴുതി കഴിഞ്ഞതിന് ശേഷം ആദ്യമായി അത് വായിച്ചതും റിസൈറ്റ് ചെയ്തതും ജനമേജയൻ്റെ സത്രത്തിൽ വെച്ചായിരുന്നു. ഭീഷ്മൻ്റെ സമകാലീനനാണ് ഭീമൻ, അല്ല വ്യാസദേവൻ്റെ സമകാലീനനാണ് ഭീഷ്മൻ. ഭീഷ്മൻ്റെ അച്ഛനാണ് ശന്തനു, ശന്തനുവിൻ്റെ അച്ഛൻ പ്രദീപൻ. അങ്ങനെ വ്യാസദേവനിൽ നിന്ന് തുടങ്ങുന്ന 6 തലമുറയും അതിന് മുൻപുള്ള 2 തലമുറയും 8 തലമുറകളുടെ ചരിത്രമാണ് മഹാഭാരതം എന്ന് പറയുന്ന പുസ്തകത്തിൽ വേദവ്യാസ മഹർഷി എഴുതി വച്ചിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കണം. ചരിത്ര ഗ്രന്ഥമാണ്, ചരിത്ര സംഭവമാണ് ഭഗവത്ഗീത. യുദ്ധാനന്തരം ഉപദേശിച്ചതാണ് വിഷ്ണു സഹസ്രനാമം, അതും ചരിത്ര സംഭവമാണ്. യുദ്ധം നമുക്ക് ആർക്കും വേണ്ട, ഒരു പക്ഷേ നാം ചെയ്യില്ല, പങ്കെടുക്കില്ല. പക്ഷേ യുദ്ധത്തിന് മുൻപ് അർജുനന് കൊടുത്ത ഉപദേശം ശാശ്വതമായ ഒരു സംവാദമാണത്. അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനുഷ്യനെ ഒറ്റയ്ക്കും സമൂഹാടിസ്ഥാനത്തിലും ലോകത്തിന് സമഗ്രമായും പ്രതിപാദിക്കുന്നതും മനസ്സിലാക്കി തരുന്നതുമാണ്. ആ ശാസ്ത്രം നമുക്ക് എപ്പോഴും സന്തത സഹചാരിയായി നമ്മുടെ കൂടെ ഉണ്ടാവണം. അതുമാതിരി തന്നെ യുദ്ധാനന്തരം സമാധാനത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും സാഫല്യത്തിനും വേണ്ടി യുധിഷ്ഠിരനെ നോക്കി ഉപദേശിച്ച വിഷ്ണുവിൻ്റെ സഹസ്രനാമങ്ങളും, ഇത് രണ്ടും ഭാരതീയർ പോകാതെ സൂക്ഷിച്ചിട്ടുണ്ട് കൂട്ടരെ. നിങ്ങളിത് മനസ്സിലാക്കണം. നാം ഊച്ചാളികളല്ല, ദുർബലരല്ല. പലർക്കും ഇവിടെ പഠിപ്പ് കുറയാം. നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാത്തതിൻ്റെ പേരിലാണ് ഇവിടെ പഠിപ്പ് കുറയുന്നത്. ആരെയും പഠിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ ഭരിക്കുന്ന സർക്കാർ ഉണ്ടാക്കിയാൽ അവിടെ കുട്ടികൾ പോകും, പഠിക്കുമില്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിക്കണം നമ്മൾ പഠിപ്പിനെ. അപ്പം നമ്മളിൽ ഭരണപരാജയത്തിൻ്റെ പേരിലാണ് ഇവിടെ ദാരിദ്ര്യമുള്ളത്, അജ്ഞാനമുള്ളത്. പുതിയ കുട്ടികൾ ജനിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവരെ പുതിയതായി പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ ചുമതലയാണ്. അതെന്തോ ആകട്ടെ, രാമായണം മഹാഭാരതം എന്ന് പറയുന്ന ചരിത്ര പുസ്തകങ്ങൾ ഷെൽഫിൽ പുസ്തകങ്ങളായി അലമാരകളിൽ ഇരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നാം പാടിക്കൊണ്ടും രുചിച്ചുകൊണ്ടും പ്രതിപാദനം ചെയ്തുകൊണ്ടും വരുന്ന ഗ്രന്ഥങ്ങളാണ്. ഏതെങ്കിലും ലോകത്തിലൊരു ചരിത്ര ഗ്രന്ഥം ഇങ്ങനെ നിത്യപാരായണമായി നടത്തുന്നതുണ്ടോ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ തെരഞ്ഞു കണ്ടുപിടിക്കൂ എന്ന്. രാജകുമാരനും രാജാവുമായി അയോധ്യയിൽ കഴിഞ്ഞുകൂടിയ ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് രാമായണം മുഴുവനും ചരിത്രമാണ്. അത് നാം ബുക്ക് ഷെൽഫിലല്ല വയ്ക്കുന്നത്, നാം പാടുന്നു, അതിൽ രസിക്കുന്നു. നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടുതൽ കൂടുതൽ ഉൾക്കൊണ്ട് ഹനുമാനെ വിവരിക്കുന്ന സുന്ദരകാന്ഡം വായിച്ച് നാം ചെയ്യുന്ന പ്രയത്നങ്ങൾ സഫലമാക്കുന്നത് പോലെ പല കാര്യങ്ങൾക്കും നാം അത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് മാർഗദർശനം നൽകുന്നതാണ്, ആത്മബലം നൽകുന്നതാണ്, മനസ്സാന്നിധ്യം വീണ്ടും വീണ്ടും തൊടുത്തുവിടുന്നതാണ്. മനുഷ്യൻ്റെ ഇടുക്കം മാറ്റി വിശാലത വരുത്തി വിശ്വം വ്യാപകമായിരിക്കുന്ന ഒരു വീക്ഷണവും ഒരു മനസ്സും രചിക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവനും. ആ തത്വമൂല്യ സിദ്ധാന്തങ്ങളാണ് ഇവിടെ എല്ലാറ്റിലും പ്രതിപാദിക്കുന്നത്.
അതിനുള്ള ഒരു സ്റ്റൈലുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ഡിക്ഷൻ ഉണ്ട്. അതിനെയാണ് എപ്പിക് ഇതിഹാസം എന്ന് നാം പറയുന്നത്. അവരെഴുതിയിട്ടുള്ള വസ്തുതകളൊക്കെ ചരിത്ര വസ്തുതകളാണ്. മനുഷ്യൻ്റെ വിശ്വാസം, മനുഷ്യൻ്റെ പെരുമാറ്റം, മനുഷ്യൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ സമ്പർക്കാത്മക ജീവിതം, ഇത് മാത്രമേ അവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. അതിനെല്ലാറ്റിനും ദൃഷ്ടാന്തത്തോടു കൂടിയാണ് ചരിത്രകാരന്മാർ, ഇതിഹാസകർത്താക്കൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ 18 അധ്യായങ്ങളാണ് 18 വർഷമായി നാം ചർച്ച ചെയ്തത്. അതിനുശേഷം ഈ തൃശ്ശൂരിലുള്ള ഈ പരമ്പര, ഈ പരിപാടി നിർത്താം എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. സ്വാമിജി ഇവിടെ അടുത്താണല്ലോ, നമുക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ഭഗവത്ഗീത ചർച്ച ചെയ്തത് വിട്ട് അതിൽ തന്നെ കൃഷ്ണൻ പ്രതിപാദിക്കുന്ന അധ്യാത്മതത്വമുണ്ടല്ലോ, ആ അധ്യാത്മതത്വത്തെ കുറച്ചും കൂടി വിശകലനം ചെയ്ത് ആഴത്തിലും വിസ്താരത്തിലും സൂക്ഷ്മതയിലും ഗഹനതയിലും കൂടി അതൊന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചാണ് അഷ്ടാവക്ര സംഹിതയ്ക്ക് പുറപ്പെട്ടത്. പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ സ്വാമിജിയെ സ്വച്ഛമായി സ്വതന്ത്രമായി സംസാരിക്കാൻ നിങ്ങൾ വിടണം. അങ്ങനെ വിടണം എന്നുണ്ടെങ്കിൽ സ്വാമിജി പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കും, ഞങ്ങൾ ഗ്രഹിക്കും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി നിങ്ങളിവിടെ വരണം. സ്വാമിജി പറഞ്ഞത് സൂക്ഷ്മത കൂടി എന്നൊരു ആക്ഷേപമോ ഒരു തോന്നലോ നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. 19 കൊല്ലത്തെ പൈതൃക പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, അതിൻ്റെ മുന്നോടിയായിട്ടാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ആത്മ എന്ന 2 അക്ഷരമാണ് നമുക്കിവിടെ വിഷയം. നിങ്ങളിത് നല്ല പോലെ മനസ്സിലാക്കണം. കഴിഞ്ഞ കൊല്ലം 5, 6, 7 ശ്ലോകമേ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. 1-ാമത്തെ അധ്യായത്തിൽ ഒരു സ്വല്പം നീണ്ടതാണ് 1-ാം അധ്യായം. ജനകനെ ആദ്യമായി ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അഷ്ടാവക്ര സംഹിതയ്ക്കുള്ള ഒരു വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ, അല്പാക്ഷരങ്ങളിൽ അനന്തമായ തത്വത്തെ കണ്ണാടിയിൽ എന്നതുപോലെ പ്രതിബിംബിച്ച് തരുന്നു എന്നുള്ളതാണ് ഈ അഷ്ടാവക്ര സംഹിതയുടെ വിശേഷം. കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ. കഥം ജ്ഞാനമവാപ്നോതി. ജ്ഞാനം എന്ന് പറയുന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ബ്രഹ്മവിത് ആപ്നോതി പരം എന്നാണ് വേദങ്ങൾ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. മനുഷ്യന് പരമമായ ജീവിത ലാഭം, നേട്ടം, സാഫല്യം വേണമെങ്കിൽ ബ്രഹ്മത്തെ മനസ്സിലാക്കണം, അറിയണം. അറിവാണ് നമുക്ക് ലക്ഷ്യം, അറിവാണ് നമ്മുടെ സമ്പത്ത്, അറിവാണ് നമ്മുടെ ഐശ്വര്യം. അറിവിൽ നിന്നാണ് നമുക്ക് സമൃദ്ധി, നമ്മുടെ ഉൾപൂർണത. ഈ ലോകത്തിൽ എനിക്ക് ഒന്നും വേണ്ട, ഉള്ളതൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഉൾപൂർണതയിൽ ആനന്ദിച്ച് മകിഴ്ന്നുകൊണ്ടിരിക്കുന്നവനാണ് എന്ന ഒരു ബോധം ജനിപ്പിക്കുന്നതാണ് നമ്മുടെ ഉദ്ദേശം. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് സന്തോഷമാണ് അവസാനം. ആ സന്തോഷം മനസ്സ് വികാരരൂപത്തിൽ, ഭാവരൂപത്തിൽ ജനിപ്പിക്കുന്നതാണ്. ബൈ എനി സ്റ്റാൻഡേർഡ് ഓഫ് അനാലിസിസ് അണ്ടർസ്റ്റാൻഡ് വെരി ക്ലിയർലി contentment, delight, exhilaration, excitement or ecstasy. Whatever be the nature of the emotion, understand that emotion is a creation of the human mind. എന്ത് തന്നെ നമ്മുടെ മുൻപിലുണ്ടെങ്കിലും അതിനെ ചൊല്ലി നമുക്ക് സന്തോഷമോ തൃപ്തിയോ തോന്നുന്നുണ്ടെങ്കിൽ ആ തൃപ്തി പുറത്തുനിന്ന് വരുന്നതല്ല, നമ്മുടെ മനസ്സ് രചിക്കുന്നതാണ്. മനസ്സിൻ്റെ വിഭവമാണ്, സൃഷ്ടിയാണ്, മനസ്സിൻ്റെ പരിണത ഫലമാണ് നാം അനുഭവിക്കുന്നതെല്ലാം തന്നെ. ആ സന്തോഷം പരമാവധിയാകുന്നത് നമ്മുടെ ബുദ്ധി ഉദ്ബുദ്ധമായി. ബാഹ്യവസ്തുക്കളെ കാണിച്ചു തരുന്ന ഇന്ദ്രിയങ്ങൾ, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ബാഹ്യവസ്തുക്കളെ കാണിച്ചു തരുന്നതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഈ ലോകത്തിന് തെളിവെന്താ? ലോകമുണ്ടെന്ന് നാം അനുഭവിക്കുന്നു എന്നുള്ളതാണ് തെളിവ്. ലോകത്തിൽ നിന്നല്ല നമ്മുടെ അനുഭവം പുറപ്പെടുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നാണ്. എനിക്ക് കണ്ണുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ ഉള്ള കണ്ണ് തുറക്കണം എന്നെനിക്ക് തോന്നലുണ്ടായി. കണ്ണിൻ്റെ പോള തുറന്നു, അപ്പം കാഴ്ച എന്നിലേക്ക് വന്നു, ഞാൻ ഉളവാക്കി. കാലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ ഇതാ സൂര്യൻ ഉദിച്ചു എന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുന്നതല്ലാതെ സൂര്യൻ എൻ്റെ അടുക്ക് വരുന്നില്ല, ഞാൻ ഉദിച്ചു എന്ന് ഉദ്ഘോഷിക്കുന്നില്ല. മനുഷ്യനാണ് അവൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്.
സൂര്യൻ ഉദിച്ചാൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ ഉറങ്ങിക്കിടക്കുന്നവന് സൂര്യോദയമില്ല, ഉണ്ടായാലും അറിയുന്നില്ല. എൻ്റെ പൊന്നു കൂട്ടരെ, നിങ്ങൾ മനസ്സിലാക്കൂ, നമ്മുടെ ജീവിതം തുടങ്ങുന്നതും നിലനിൽക്കുന്നതും അവസാനിക്കുന്നതും നമ്മുടെ വ്യക്തിത്വത്തിലാണ്. നമ്മുടെ മനസ്സാണ് പറയുന്നത് എനിക്കൊരു ശരീരമുണ്ടെന്ന്. ആ മനസ്സ് തന്നെയാണ് ഉണർത്തുന്നത് 4 ഭാഗത്തും ലോകമുണ്ട്, ലോകവസ്തുക്കളുണ്ട് എന്ന്. ഞാൻ ഉണർന്നാലേ എനിക്ക് ലോകമുള്ളൂ. ആ ഉണർന്ന് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ആ ലോകം അസ്തമിക്കുന്നു, ഇല്ലാതെയായിത്തീരുന്നു. ലോകത്തിൻ്റെ ഉദയം നടക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ, അസ്തമിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ. മനസ്സാണ് രചയിതാവ്, ലോകമല്ല. ലോകം ജഡം, ജഡം, ആബ്സല്യൂട്ട്ലി ഇനേർട്ട് ആൻഡ് ഇൻസെൻഷ്യൻറ്റ്. ഈ ലോകമെല്ലാം കൂടി പഞ്ചഭൂതങ്ങൾ നിറഞ്ഞതാണ്. അതിൽ ഖരവസ്തുവുണ്ട് ഭൂമിയെപ്പോലെ, ദ്രവവസ്തുവുണ്ട് ജലം പോലെ, ബാഷ്പരൂപത്തിൽ വാതരൂപത്തിൽ കാറ്റ് പോലെയുണ്ട്. ബാക്കിയൊക്കെ എനർജിയാണ്, അഗ്നി പോലെ. അത് കഴിഞ്ഞാൽ ആകാശം. ഈ 5 ഭൂതങ്ങളും എൻ്റെ കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കൂ, നിർജീവമാണ്, ജഡമാണ്, ജഡമാണ്, അചേതനമാണ്. ഇവിടെ ചേതനയുള്ളത് ജീവികൾക്ക് മാത്രമാണ്. ആ ചേതനാ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ശ്രേഷ്ഠത പുറം കണ്ട് മനസ്സിലാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പുറത്തെ കാണിച്ചു തരുന്ന മനസ്സിനെ മനസ്സിലാക്കാൻ, അതിന് ദിശ നൽകുന്ന ബുദ്ധിയെ മനസ്സിലാക്കാൻ, അതിനെ ക്രോഡീകരിക്കുന്ന അഹങ്കാരത്തെ മനസ്സിലാക്കാൻ, അതിനപ്പുറത്തുള്ള ആത്മസത്തയെ ഉണരാനും അനുഭവിക്കാനും ആ അനുഭവത്തിൽ ആറാടി ആഹ്ലാദിച്ച് ഉന്മത്തനാകാനും വേണ്ടിയാണ് മനുഷ്യജന്മം. നല്ല പോലെ മനസ്സിലാക്കണം. മഹാരാജാവിനോടാ സംസാരിക്കുന്നത് ആര്? അഷ്ടാവക്ര മഹർഷി. ആ മഹാരാജാവ് ജനക മഹാരാജാവാണ്. അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രിയാണ് സീത. ആ സീതയെ കല്യാണം കഴിച്ചവനാണ് ശ്രീരാമൻ. ശ്രീരാമഭക്തി നമുക്കുണ്ട്, സീതയോടും നമുക്ക് വലിയ കടപ്പാടും ഭക്തിയുമുണ്ട്. പക്ഷേ ജനക മഹാരാജാവിനെ പറ്റി നാം ചിന്തിക്കുന്നില്ല. ഇത് വലിയ അപരാധമാണ്, തെറ്റാണ്, കുറവാണ്, നഷ്ടമാണ്. ആ ജനക മഹാരാജാവിൻ്റെ സദസ്സിലായിരുന്നു കങ്കേമന്മാരായ വിദ്വാൻമാർ. അവരെല്ലാവരും നിറഞ്ഞിരുന്ന് സദസ്സ് നടത്തുകൊണ്ടിരിക്കുമ്പോഴാണ് 8 വിളവൻ അഷ്ടാവക്ര മഹർഷി കൊക്കറോക്കോ കൊക്കറോക്കോ എന്ന് പറഞ്ഞ് സദസ്സിലേക്ക് ഞങ്ങൾ നടന്നു പോയത്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സദസ്സിലുള്ള വിദ്വാൻമാരെല്ലാവരും പരിഹാസ രൂപത്തിൽ പൊട്ടിച്ചിരിച്ചു. ചിരിച്ച സമയത്ത് അഷ്ടാവക്ര മഹർഷിയും ചിരിച്ചു. ജനക മഹാരാജാവിന് തോന്നി, ഇതെന്താപ്പാ പൊല്ലാപ്പ്. ആ മഹർഷിയുടെ വരവ് കണ്ട് എൻ്റെ സദസ്സ് ചിരിച്ചത് എനിക്ക് മനസ്സിലാക്കാം. ഈ മഹർഷി എന്തിനാ ചിരിച്ചേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാം കാരണം. എനിക്ക് സ്വാഭാവികമായി ജനിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ വിളവില്ലാത്ത ശരീരമുള്ളതുപോലെ എനിക്ക് 8 വിളവുള്ള ഒരു ശരീരം കിട്ടി. ഈ കിട്ടിയതിന് എന്നെ കുറ്റം പറയാനോ വിളവില്ലാത്തതിന് നിങ്ങളെ സ്തുതിക്കാനോ അഭിനന്ദിക്കാനോ ഒരു കാരണവുമില്ല. If there is anything for which any individual is not responsible in this world, it is for his own or her own birth. നമ്മുടെ ജന്മം ഐച്ഛികമല്ല. ജനിച്ചതിന് ശേഷമാണ് നാം ജനിച്ചു എന്ന് അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നാം അറിയാതെ നമുക്കുണ്ടായ ജന്മം, അതിൽ നമുക്കുള്ള 2 കാലുകൊണ്ട് നടക്കണു, ഉള്ള കണ്ണുകൊണ്ട് കാണണു. ആ കണ്ണിനെ മാറ്റിവെക്കാൻ ഒരു കുട്ടിക്കും സാധിക്കില്ല. ഉള്ളത് കൊണ്ട് വേണം എല്ലാം ചെയ്യാൻ. അപ്പം എൻ്റെ ശരീരം 8 വിളവിൽപ്പെട്ടതിന് ഞാൻ ഉത്തരവാദിയല്ല. അവർക്ക് വിളവില്ലാത്തതിന് അവർക്കൊരു ശ്ലാഘ്യതയും പറയാനും പറ്റില്ല. വിദ്വാൻമാരായിരിക്കുന്ന ഇവർക്ക് പോലും ഈ പ്രകൃതിയുടെ നൈസർഗികമായിരിക്കുന്ന പ്രാഥമിക പാഠം സത്യം മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വിദ്വദ്വേഷത്തിൽ വിമൂഢന്മാരായിരിക്കുന്ന ഒരു സദസ്സിൻ്റെ ഉപദേശം കേട്ടാണോ ജനക മഹാരാജാവ് തൻ്റെ രാജ്യം ഭരിക്കുന്നത്, മിഥിലാധിപനായി വാഴുന്നത് എന്ന് ആലോചിച്ച് ഞാൻ പൊട്ടിച്ചിരിച്ചതാന്ന് പറഞ്ഞു. മതി മതി ജനക മഹാരാജാവിന്. കാക്കൽ അങ്ങോട്ട് വീണു. എന്നിട്ട് എന്നെ ഉദ്ബുദ്ധനാക്കണം എന്ന് പറയുക. അന്ന് വരെ അറിയാത്ത സംഗതിയാണിത്. ഒരാൾ സദസ്സിൽ കയറി വന്നാൽ പൊട്ടിച്ചിരിക്കുന്നവരാണോ വിദ്വാൻമാർ? അയാൾക്ക് വിളവുണ്ടാവാം, തിരിവുണ്ടാവാം. അതങ്ങോട്ട് കണ്ട് നമ്മുടെ ഇടയിൽ ഒരു സമ്പ്രദായം ഉണ്ട്, ആരെങ്കിലും വീണാൽ ഉടനെ ചിരിക്കും. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്, എപ്പോഴും ഉണ്ട്. വീണാൽ ചിരിക്കുക വേണ്ടത്, അത് ഓടിച്ചെന്ന് എന്ത് പറ്റി ഏത് പറ്റിയെന്ന് ആലോചിക്കണം. ഫുട്ബോൾ ഗ്രൗണ്ടിൽ വല്ലവരും വീണാൽ ഡോക്ടർ ചിരിക്കാറാണോ പതിവ്?
ബാക്കിയുള്ളവരും ചിരിക്കുകയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നാണ് ഈ മൊരടൻ മനുഷ്യൻ്റെ മനസ്സ് നന്നാവാൻ പോണത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരുമില്ല, പൊല്ലാത്തത് പറയാൻ എല്ലാവരും ഉണ്ടേനും. അങ്ങനെ ഒരു കാലമാണ്, അങ്ങനെ ഒരു ലോകമാണ് നമ്മുടെ. അന്നും അങ്ങനെ ആയിരുന്നു. അപ്പോഴാണ് ചോദിച്ചത്, കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ. 4 ചോദ്യം. ജ്ഞാനം എങ്ങനെ കൈവരിക്കാം? എങ്ങനെയാണ് മുക്തി സംഭവിക്കുക? വൈരാഗ്യം എങ്ങനെ കടഞ്ഞെടുക്കാം, നേടാം? ഇതൊന്ന് പറഞ്ഞു തരൂ. ആ ചോദിച്ച മാതിരിയുള്ള മറുപടിയാണ് പറയാൻ തുടങ്ങിയത്. ഈ പറയാൻ തുടങ്ങിയതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഞാനത് തുടങ്ങിയെങ്കിലും വയ്ക്കാം, ഇതിനു മുമ്പും പറഞ്ഞതാണ്. 2 ശബ്ദങ്ങളുണ്ട് കൂട്ടരെ, നിങ്ങൾ മനസ്സിലാക്കണം. വിഷയം, വിഷയി എന്ന് 2 ശബ്ദം. വിഷയം എന്നുള്ള വാക്കിനർത്ഥം ഓബ്ജക്റ്റ് എന്നാണ്. എന്തിനെയെല്ലാം നാം നോക്കി കാണുന്നുവോ, ഗ്രഹിക്കുന്നുവോ, ഇന്ദ്രിയങ്ങൾ മൂലം ഗ്രഹിക്കുന്നുവോ, അതൊക്കെ വിഷയമണ്ഡലമാണ്, ഓബ്ജക്റ്റ് മണ്ഡലമാണ്, ഓബ്ജക്റ്റ്യൂഡാണ്. ആ വിഷയങ്ങളെ കണ്ട് ഗ്രഹിക്കുന്നവൻ വിഷയി, വിഷയത്തെ ഗ്രഹിക്കുന്നവൻ വിഷയി. വേറെ ഒരു അർത്ഥമുണ്ട് വിഷയിക്ക്, അയാളൊരു വിഷയലംബടനാണ് എന്നുള്ളത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാണുന്നവൻ, കാണപ്പെടുന്നത്, കാഴ്ച, വസ്തുക്കളൊക്കെ കാണപ്പെടുന്നതാണ്. ആരാൽ കാണപ്പെടുന്നു? കാണുന്നവനാൽ. അപ്പം നിങ്ങൾ എന്തെങ്കിലും കാഴ്ചയെയോ വസ്തുക്കളെയോ കുറിച്ച് ചിന്തിക്കുമ്പോൾ, എന്താ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? എന്തെങ്കിലും ഒരു കാഴ്ചയെയോ കാണപ്പെടുന്ന വസ്തുക്കളെയോ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാഴ്ചയും കാണപ്പെടലും അല്ല മുമ്പ് സംഭവിക്കുന്ന കാര്യം. അവിടെ കാണുന്നവൻ ഒരാളുണ്ട്. ആ കാണുന്നവൻ കണ്ണല്ല, ആ കാണുന്നത് പുറം പ്രകാശമല്ല. അവിടെ ഉള്ളിലുണ്ട് ഒരു വിഷയി. കാഴ്ച വേണമെന്ന് വിചാരിച്ച് കണ്ണ് തുറന്ന് വസ്തുക്കൾ എവിടെയോ അവിടെ കേന്ദ്രീകരിക്കുന്നതായ ഒരു ഉൾസങ്കല്പം, ഉൾവിചാരം, ഒരു ഉൾവ്യക്തിത്വം നമുക്കുണ്ട്. ദി സബ്ജക്റ്റ് ഓഫ് ദ ഹോൾ പ്രോസസ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, വാട്ട് ഈസ് an action? An action is a phase of expression of the actor. There can never be an action without an actor first being present and prevalent. എന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ ആ പ്രവൃത്തിക്ക് നിദാനമായ ഒരു പ്രവർത്തകൻ അവിടെ വേണം. ആ പ്രവർത്തകൻ പല പ്രവൃത്തികളും ചെയ്യാം, പലതും തൊടുത്തുവിടാം. അയാൾ കാണാം, അയാൾ കേൾക്കാം, അയാൾ മണക്കാം, അയാൾക്ക് രുചിക്കാം, അയാൾക്ക് തൊടാം, അയാൾ നടക്കും, പിടിക്കും, ഉരുളും, എന്തെല്ലാമോ ചെയ്യാൻ പറ്റും ആ ആൾക്ക്. പ്രവർത്തകൻ ഒന്നേ ഉള്ളൂ. ആ കർത്താവാണ് ഇവിടെ പ്രധാനം. അതാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിൻ്റെ പ്രകടനമാണ്, സ്ഫുരണമാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. ആ പ്രവൃത്തിക്ക് എവിടേക്ക് പോകുന്നുവോ, an action flows from an actor, and towards which the action flows, that is called the object. Where from the action flows is called the subject. The subject and the object are clearly and eternally different from each other. വിഷയം എന്ന് പറയുന്നത് വിഷയം നോക്കിക്കണ്ട് ഗ്രഹിക്കുന്നതായ വസ്തുക്കളോ വസ്തുമണ്ഡലമോ ആണ്. ആ വസ്തുമണ്ഡലത്തിന് നോക്കി ഉണ്ട് എന്ന് പറയാൻ ഒരാൾ, കാണുന്നവൻ, ദ്രഷ്ടാവായിട്ട് ഒരാൾ വേണം. ആ ദ്രഷ്ടാവ് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാഴ്ചയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്താരവും വൈവിധ്യവുമെല്ലാം. നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒരു കടുകുമണി നിങ്ങൾക്ക് കാണാം. അതേ കണ്ണുകൊണ്ട് വിശാലമായ സമുദ്രത്തെയും ആകാശ വിസ്തൃതിയെയും കോടാനുകോടി ഗോളങ്ങളെയും നിങ്ങൾക്ക് നോക്കിക്കാണാം. ഈ 2 കാഴ്ചയും ഉദ്ഭവിക്കുന്നതും നടക്കുന്നതും നിലനിർത്തുന്നതും നിങ്ങളുടെ ഉൾവ്യക്തിത്വമാണ് കണ്ണിലൂടെ. കണ്ണ് വളരെ ചെറുത്, പക്ഷേ കാണുന്നതോ അതിഭീമമായ വിസ്താരവും വൈവിധ്യവും. ആ കണ്ണിൻ്റെ മഹിമ എത്രയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയൂ. ഈ കണ്ണുണ്ടാക്കിയത് പുറത്ത് ഏതെങ്കിലും ഒരു വസ്തുവാണോ, ഒരു ശക്തിയാണോ? അല്ല അല്ല അല്ല. ഒരു ചെറിയ കുട്ടി ജനിക്കുന്ന സമയത്ത് 2 കൊച്ചു കണ്ണോടുകൂടിയാണ് ജനിക്കുന്നത്. 6-7 മാസം കൊണ്ട് അതിൻ്റെ ദേഹാംഗങ്ങൾ മുഴുവൻ രൂപപ്പെട്ടു കഴിഞ്ഞു മാതൃഗർഭത്തിൽ. ആ രൂപപ്പെടുത്തിയത് ഉൾശക്തിയാണ്, ഉൾചേതനയാണ്, പുറമേയുള്ള ഒന്നും തന്നെയല്ല.
അങ്ങനെ ഒരു ശരീരത്തോടു കൂടി വന്ന് ആ കണ്ണിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യം മുഴുവനും അനന്ത ദൂരങ്ങളും കണ്ടു ഗ്രഹിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ഇപ്പം പറയും, നമ്മുടെ ഉൾവ്യക്തിത്വം, ഉൾപ്രഭാവം ഈ പ്രപഞ്ചത്തിനേക്കാൾ വലുതോ അതോ ചെറുതോ? എന്താ ഒരു മിണ്ടാതെ? എന്താ പതുക്കെ പറയണേ? വലുത് 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 വലുത്. ഒരു വലുത് എന്ന് പറഞ്ഞാൽ പോരാ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വിഷയമണ്ഡലമുണ്ടല്ലോ, the horizon of the subject, the hemisphere within the body. Don't think that it is smaller than what you see in the form of objectude. ഇതിനെ മുഴുവനും നോക്കി കാണുന്നത് നമ്മുടെ ഉള്ളാണ്, ഉൾവ്യക്തിത്വമാണ്. അതാണ് നമ്മുടെ മനസ്സിൻ്റെ മാനം, മനസ്സിൻ്റെ മഹിമ. അതാണ് അഷ്ടാവക്രൻ പറഞ്ഞു ധരിപ്പിക്കുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നത് ജനക നിന്റെ ശരീരം മാത്രം. ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഉൾവ്യക്തിത്വം. ആ വ്യക്തിത്വത്തിൻ്റെ ഘടകങ്ങളാണ് മനസ്സ്, ഘടകങ്ങളാണ് ബുദ്ധി, അഹങ്കാരം. അവിടെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മുഴുവനും കിടക്കുന്നത്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എവിടെ എന്തെല്ലാം തരത്തിലുള്ള വളർച്ചയുണ്ടോ ആ വളർച്ച മുഴുവൻ ഉള്ളിൽ നിന്ന് പുറത്തേക്കോ അതോ പുറമെ നിന്ന് അകത്തേക്കോ? എന്താ ഇവര് മിണ്ടാത്തെ? Any kind of a growth anywhere in this world is from inside to outside, never from outside to inside. ഈ പ്രപഞ്ചവും ഉണ്ടായിട്ടുള്ളത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ്. അതാണ് ഇതിനെ ഹിരണ്യഗർഭം എന്ന് പറഞ്ഞ് ഒരണ്ടമായി ചിത്രീകരിക്കുന്നത്. അണ്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞങ്ങട് വിരിഞ്ഞ് വരുന്നത് പോലെ ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് സെൻറ്ററിൽ നിന്നാണ് സർക്കംഫറൻസും സർക്കിളും ഉണ്ടാവുന്നത്. ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്, ഐ ജനറലി ഡിസ്ക്രൈബ് ഇറ്റ്, ഇറ്റ് ഇസ് ആൻ അൺബൗണ്ടഡ് സ്ഫിയർ. അതൊരു ഗോളമാണ്. അത് ഉദ്ഭവിച്ചിട്ടുള്ളത് ഉള്ളിൽ നിന്നാണ്. സമഷ്ടി സമഷ്ടി എന്ന് പറയും നമ്മുടെ ശാസ്ത്രഭാഷയിൽ. ഈ പുറത്ത് കാണുന്ന മാക്രോസ്ഫിയറിന് വ്യഷ്ടി വ്യഷ്ടി എന്ന് പറയും ഇൻഡിവിജ്വലിന്. ഈ വ്യഷ്ടിയുടെ ഉള്ളിൽ നിന്നാണ് സമഷ്ടി മുഴുവനും പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അഷ്ടാവക്രൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ വിഷയമണ്ഡലം, വിഷയമേഖല, ആ വിഷയി എന്ന് പറയുന്ന ഹെമിസ്ഫിയറിനെ കുറിച്ചാണ്. ജനകൻ്റെ ശ്രദ്ധയെ മുഴുവനും സിംഹാസനത്തിൽ നിന്നും, മിഥിലയിൽ നിന്നും, ഭൂമണ്ഡലത്തിൽ നിന്നും, പ്രപഞ്ചത്തിൻ്റെ പാഞ്ചഭൗതികതയിൽ നിന്നും എടുത്ത് തൻ്റെ ഉള്ളിൽ ആത്മതലത്തിൽ പ്രതിഷ്ഠിക്കണം. ആ പ്രതിഷ്ഠിക്കുകയാണ് ഈ അഷ്ടാവക്ര സംഹിത ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ചർച്ച മുഴുവനും. വളരെ നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. മനുഷ്യന് സ്വഭാവശുദ്ധി ഇല്ല എന്ന് പറയണു. എന്താ ഇതിനർത്ഥം? എത്രയോ തരത്തിലുള്ള ഫാഷൻ ഡിസൈനേഴ്സ് ഉണ്ടല്ലോ ഇവിടെ. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി മേൽ വേണമെങ്കിൽ തേക്കാം, പൊട്ട് വേണമെങ്കിൽ. ഇന്നത്തെ കാലത്ത് പൊട്ടൊക്കെ ഒട്ടിച്ചൊട്ടിച്ച് അങ്ങോട്ട് ഇടും. പച്ചസാരിക്ക് പച്ചപ്പൊട്ട്, മഞ്ഞസാരിക്ക് മഞ്ഞപ്പൊട്ട്. ഇന്നത്തെ കാലത്തുള്ള സമ്പ്രദായങ്ങളായത് മുഴുവനും. ഇതൊക്കെ നിങ്ങൾ തുടരുന്നുണ്ടല്ലോ, ഞാൻ സമ്മതിച്ചു. എന്നാൽ നിങ്ങളുടെ സ്വഭാവം നന്നാക്കാൻ ഒരു പൊട്ടിങ്ങോട്ട് മേടിക്കും, ഞാനൊന്ന് കാണട്ടെ എന്ന് ഞാൻ ഈ ന്യൂസ് പേപ്പറിൽ നോക്കും. ഈസ് ദെയർ എനിത്തിങ് അഡ്വർടൈസ്ഡ് എനിവെയർ ഇൻ ദിസ് വേൾഡ് which can build your character, which can enrich, empower and decorate your character, ornament it? ഒരൊറ്റ സാധനവും ഇല്ല. ബാമുണ്ട് ശരീരത്തിൽ പുരട്ടാൻ, മനസ്സിലേക്കുള്ളതൊന്നും കിട്ടാനില്ലല്ലോ പാ. അത് വിഷയമണ്ഡലത്തിൽപ്പെട്ടതാണ്. That belongs to the hemisphere called the subject. It is not perceptible to the senses. It cannot be accessed by any kind of a material process or procedure. ഡോക്ടർ ഒരു ഇൻവേസീവ് പ്രൊസീജിയർ നടത്തുമ്പോൾ അത് ശരീരത്തിൻ്റെ ഉള്ളിലാണ് നടത്തുന്നത്. എൻഡോസ്കോപ്പി മുതലായിട്ടുള്ളതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു സ്കോപ്പി ഇല്ല അവിടെ. സ്വഭാവമാണ് നമുക്ക് നന്നാവേണ്ടത്, പെരുമാറ്റമാണ് നന്നാവേണ്ടത്, സമ്പർക്കമാണ് നന്നാവേണ്ടത്. ഇത് മുഴുവനും നന്നാവണമെങ്കിൽ അതിൻ്റെ താക്കോല് മനസ്സിലും ബുദ്ധിയിലും അവിടുന്ന് അങ്ങോട്ടുള്ള അഹങ്കാരത്തിലുമാണ് ഉള്ളത്. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ എല്ലാ സ്ഥലത്തും നിങ്ങൾക്കറിയാം. നമ്മുടെ രാജ്യം നന്നാവണമെങ്കിൽ ഇവിടെ വിഷയജ്ഞാനം മാത്രം പോരാ, വിഷയമണ്ഡലത്തിനെ കുറിച്ചുള്ള പഠിപ്പും ഇവിടെ അരങ്ങേറണം. സ്കൂളിലായാലും കോളേജിലായാലും റിസർച്ച് സെൻറ്റേഴ്സിലായാലും എല്ലാ സ്ഥലത്തും ദ സബ്ജക്റ്റ് ഓർ ദ ബ്രാഞ്ച് ഓഫ് റിസർച്ച് ഈസ് എക്സ്റ്റേണൽ ഗ്രാസ്. എല്ലാ പഠിപ്പും ഉണ്ടായാലും പഠിച്ചവൻ എന്നൊരുത്തനുണ്ട്.
ആ പഠിപ്പ് നിൽക്കുന്നത് ഉള്ളിലാണ്, പുറത്തല്ല. ആ ഉള്ളിലുള്ള പഠിപ്പിനെ വേണ്ടതുപോലെ ഉണർന്ന് കൈകാര്യം ചെയ്യണം. നമ്മുടെ പ്രവൃത്തി നന്നാവണം, സുഭഗമാകണം, മംഗളകരമാകണം. നമ്മുടെ ഉള്ളിലുള്ള ഉപദ്രവ പ്രതീതി മുഴുവനും അങ്ങോട്ട് പോകണം. ഉപകാരം അവിടെ അരങ്ങേറണം. എങ്ങനെ അരങ്ങേറും നിങ്ങൾ ആലോചിക്കൂ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയാറുണ്ടോ എപ്പോഴെങ്കിലും, എൻ്റെ പൊന്നുമോനെ നിനക്കൊരു മനസ്സുണ്ടപ്പാ, ആ മനസ്സാണ് പ്രധാനം, നീ ഈ മനസ്സിനെ പറ്റി മനസ്സിലാക്കണം. നിന്റെ മനസ്സിൽ കടന്നു കയറാൻ എനിക്ക് പറ്റില്ല, ഒരാൾക്കും നുഴഞ്ഞു കയറാൻ പറ്റില്ല, നിന്റെ ശരീരത്തിന് തൊടാനേ എനിക്ക് പറ്റുള്ളൂ, ഉള്ളിലാണ് മനസ്സ്, അത് നീ മാത്രം മനസ്സിലാക്കിയിട്ട് വേണം. ഒരു 10-20 മിനിറ്റ് മോനെ കണ്ണടച്ചിരിക്കെ നിന്റെ ഉള്ളിലുള്ള വിചാരങ്ങൾ, തോന്നലുകൾ, വികാരങ്ങൾ, ഭാവങ്ങൾ, ഓർമ്മകൾ എന്തെല്ലാമാണെന്നൊന്ന് കാണൂ. നിന്റെ മനസ്സിനെ ഒന്ന് നേരിട്ട് മനസ്സിലാക്ക്. അമേരിക്കയിൽ നിന്ന് ബാലു എന്ന് പറഞ്ഞ് ഒരു കുട്ടി ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. അവനൊരു പെൺകുട്ടിയുണ്ട്, നല്ല കുട്ടിയാ. കഴിഞ്ഞ തവണ വന്ന് സഹസ്രനാമം മുഴുവനും നൈമിഷാരണ്യത്തിൽ ജപിച്ചു അവൾ, അനന്യ. അപ്പോൾ ബാലു എന്നോട് പറയുക, സ്വാമിജി ഞാൻ പോകുന്നതിന് മുൻപ് സ്വാമിജി എന്നോട് പറയണം, എൻ്റെ മകൾക്ക് എന്താണ് ഒരു അഭ്യാസം അവൾ നന്നാവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. ഞാനിന്ന് കോണിപ്പടി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബാലുവിനോട് സംസാരിക്കുകയായിരുന്നു ആശ്രമത്തിൽ. ബാലു കേട്ടോളൂ, കൂടുതൽ വിവരിച്ച് പിന്നെ പറയാം. എന്നും ഈ അനന്യയോട് പറയാം, ഒരു 15-20 മിനിറ്റ് നേരം കണ്ണടച്ച് നീ ഒരു സ്ഥലത്ത് ഇരിക്കണം. കണ്ണടച്ചിരിക്കണം, സൗമ്യമായിട്ട് ശാന്തമായിട്ട് ഇരിക്കുക. ഇരുന്നിട്ട് തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്താ നടക്കണത് എന്നുള്ളത് നോക്കുക. എന്താണ് മനസ്സിൽ നിന്ന് വരുന്ന വിചാരങ്ങൾ, വികാരങ്ങളാണെങ്കിൽ വികാരങ്ങൾ, ഓർമ്മയാണെങ്കിൽ ഓർമ്മ. നിൻ്റെ മനസ്സ്, നിൻ്റെ ഉൾ വ്യക്തിത്വം നീ തന്നെ കണ്ടുപിടിക്കുക മോളെ. 10-20 മിനിറ്റ് കുട്ടികളെ വെറുതെ ഇരുത്തി നോക്കൂ. അതിൽ നിന്നാണ് സർവ്വയോഗ്യതകളും അവർക്ക് വരിക. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു സംസ്കാര പൈതൃക ക്ലാസ് നടക്കുന്നുണ്ട് ഞായറാഴ്ച. കുറേ കുട്ടികൾ വരുന്നു. അവരോട് ടീച്ചേഴ്സ് ചോദിച്ചു അത്രേ, നിങ്ങൾക്കിവിടെ വന്നിട്ട് എന്താണ് നേട്ടം എന്ന്. ഞങ്ങൾക്കൊരു സ്ഥലത്ത് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്നു, ഞങ്ങൾക്ക് ഞങ്ങളിൽ തന്നെ കൂടുതൽ കൺട്രോള്, ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒരാൾക്കും ഉപദ്രവം ഉണ്ടാകരുതെന്നൊരു തോന്നലുണ്ട്. അച്ഛനമ്മമാരോട് സൗമ്യമായി, സന്തോഷമായി, ശാന്തമായി പെരുമാറണം. അവരെ കാണുമ്പോൾ അവരോടൊരു കടപ്പാടും കൂറും തോന്നുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന സംഗതികൾ ഞങ്ങൾക്കിപ്പോൾ 40-30 മിനിറ്റിൽ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പരീക്ഷകളിൽ മാർക്ക് കൂടുതൽ കിട്ടുന്നു. ഞങ്ങൾക്ക് ക്ഷമ കൂടി, ഇരുത്തം കൂടി, സഹനശക്തി കൂടി. ആ കുട്ടികൾ പറയുന്ന ഭാഷകളാണിത്. നിങ്ങളൊന്ന് ആലോചിക്കുവപ്പാ. ഞങ്ങളുടെ ആശ്രമത്തിൽ നോക്കിയാൽ കാണാം, 6 മണിയായി, തോളത്ത് നിറച്ച ഒരു ബാഗിൽ പുസ്തകവുമായിട്ട് കുട്ടികൾ ഇങ്ങനെ വരണ കാണാം. എപ്പോഴാണ് അവർ പോയത്? കാലത്ത് 10 മണിക്കാണ് സ്കൂള്, 9 മണിക്കൊക്കെ പോണത് കാണാം. വരണത് 6 മണി വരെയാണ്. എന്താ? പഠിപ്പ് കഴിഞ്ഞു ട്യൂഷൻ, പഠിപ്പ് കഴിഞ്ഞു ട്യൂഷൻ. അപ്പോൾ ഈ കുട്ടികൾക്ക് എപ്പോഴാണപ്പോൾ വിശ്രമം? അവർ കുട്ടികളല്ലേ, അവർക്ക് കുറച്ച് കളിക്കണ്ടേ, രസിക്കണ്ടേ, തുള്ളണ്ടേ, ചാടണ്ടേ? എന്ത് പഠിപ്പാതെ എനിക്ക് മനസ്സിലാവണില്ല. ഇതിനെ സംബന്ധിച്ച് ഒരു റിസർച്ചോ ഒരു ഗവേഷണമോ നടത്താൻ നമ്മുടെ നാട് പാപ്പരമായിട്ടിരിക്കുകയാണ്. കുട്ടികളെ എത്ര മണിക്കൂർ നമുക്ക് പഠിപ്പിക്കാം? അവരെ കളിക്കാനും അവർക്ക് വിനോദം നൽകാനുമുള്ള വഴി എന്ത്? കാലത്തെണീറ്റു ട്യൂഷൻ, വൈകുന്നേരം ട്യൂഷൻ. അച്ഛനമ്മമാരും കുട്ടികളും തമ്മിൽ ഒരു സമ്പർക്കമില്ല. ആ കുട്ടികളൊക്കെ പറയാണ്, അച്ഛനമ്മമാർക്ക് ഞങ്ങൾക്ക് ചെലവ് ചെയ്യാനുള്ള സമയം അവരുടെ പട്ടികയിലില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. എന്ത് വളർത്തലാപ്പാ അത്? പൂച്ച ഇതിലും നന്നായി വളർത്തൂലോ, പട്ടി വളർത്തൂലോ. മനുഷ്യൻ എന്ന് പറയുന്ന അച്ഛനും അമ്മയും അവർക്ക് എന്ത് പറ്റി? എന്ത് പഠിപ്പാ നിങ്ങൾ? മത്തങ്ങ എന്താണ് ഈ കൊണ്ടുവരാൻ പോണത്? നമ്മുടെ കുട്ടികൾ വളരണത് എങ്ങനെയാ? വാട്ട് ഈസ് മെൻ ബൈ ഗ്രോത്ത്? വേർ എക്സാക്ട്ലി ഡസ് ഇറ്റ് ടേക്ക് പ്ലേസ്? What are the cardinals of inner development, inner expansion, inner elevation, inner enrichment, inner enlightenment? എന്താണത്? കുറച്ച് ചിന്തിക്കണ്ടേ? പഴയ കാലത്താണെങ്കിൽ സന്ധ്യയ്ക്ക് നാമം ജപിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നാമം ജപിക്കുന്ന പേരിലെങ്കിലും കുട്ടികൾ കുറേ അവിടെ ഇരുന്ന് ജപിക്കും. എൻ്റെ ചെറുപ്പകാലത്ത് 3 നാമമാണ് ജപിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെയാ? നമശിവായ, നമശിവായ, നമശിവായ എന്ന് പറയണത്. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആദ്യത്തെ 2 നാമം എളുപ്പത്തിൽ ജപിക്കും. 3-മത്തത് 108 ജപിക്കണം എന്ന് പറയുമ്പോൾ ഒത്തിരി മടിയാണ്. എന്താ? നീളം കൂടുതലാണല്ലോ.
ആ നാമം ജപിച്ച് പട്ടികയെല്ലാം ചൊല്ലി കഴിഞ്ഞതിന് ശേഷമേ ഭക്ഷണം കിട്ടുള്ളൂ. ആ ഇരുത്തം എന്നൊന്നുണ്ടല്ലോ, നമ്മുടെ മനുഷ്യർക്ക് ആവശ്യം ഇരുത്തമാണ്. ആ വാക്കൊരൊറ്റ ആൾ ഞാൻ ഉപയോഗിച്ച് എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എൻ്റെ കുടുംബത്തിലെ അമ്മയും അച്ഛൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ധാരാളം സഞ്ചരിക്കുന്ന ആളാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെപ്പറ്റി അയാൾക്ക് നല്ല ഇരുത്തമുണ്ടെന്ന് ഒരു വാക്ക് ഒരൊറ്റ ആൾ ഞാൻ ഇന്നേ വരെ പറഞ്ഞു കേട്ടിട്ടില്ല. എന്താണ് ഈ ഇരുത്തം എന്ന് പറഞ്ഞാൽ? ഇൻ എ വേ എ സെൽഫ് സീറ്റഡ്നെസ്, എ കൈൻഡ് ഓഫ് എ കമ്പോഷർ ആൻഡ് എ പോയ്സ് ഓഫ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി. എന്തു വന്നാലും അങ്ങോട്ട് കുലുങ്ങാതെ പതറാതെ വിശ്വാസത്തോടുകൂടി വിവേകത്തോടുകൂടി ശരിയാവും എല്ലാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് ഇരിക്കാൻ പറ്റണം. മനസ്സിൻ്റെ ഗുണമാണത്, മനസ്സിൻ്റെ മഹിമയാണത്, മനസ്സിൻ്റെ മേന്മയാണ്. മനസ്സിനുണ്ടാവേണ്ട മികവും നിറവും അഴകും പൂർണ്ണതയുമാണത്. ഇത് വളർത്തിയെടുക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ സമ്മതിച്ചു വിദ്യാഭ്യാസം പുറത്താണ്, സ്കൂളുകളിലാണെന്ന്. എത്രത്തോളം സ്കൂളുകളിൽ നിന്ന് പല വിധത്തിലുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുവോ അതിന് ആനുപാതികമായി നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെ ഈ പഠിപ്പും കൊണ്ട് നടക്കുന്ന സമയത്ത് ആ കുട്ടിക്കുണ്ടാവേണ്ടതായ ചാരിത്ര്യം, സ്വഭാവശുദ്ധി, പെരുമാറ്റ സൗഷ്ഠവം, സമ്പർക്ക മികവ്, ഇത് മൂന്നും നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് വേണം. അച്ഛനമ്മമാർ എങ്ങനെ പെരുമാറണു, പരസ്പരം എങ്ങനെ സംസാരിക്കണു, ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലയ്ക്ക് വീട്ടിലുള്ളവർ, പുറമേ നിന്നുള്ളവർ വരുമ്പോൾ എങ്ങനെയാണ് അവർ സ്വാഗതം ചെയ്യുന്നത്, എന്തെങ്കിലും നടക്കുന്ന സമയത്ത് അവരുടെ തമ്മിലുള്ള സംസാരം എന്താ, അതിൽ കുശുമ്പുണ്ടോ, കുനിഷ്ടുണ്ടോ, സഹനശക്തിയുണ്ടോ, സൗശീല്യമുണ്ടോ, ഇതൊക്കെ കണ്ടിട്ടാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ മുൻപിൽ നിങ്ങളൊരു നല്ല വ്യക്തിത്വം കാഴ്ചവെക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളിതൊക്കെ പറഞ്ഞാൽ അധ്യാത്മം എന്ന് പറഞ്ഞ് തള്ളണ്ട. ഇത് മുഴുവനും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മഹിമയാണ്, മേന്മയാണ്, പ്രഭാവമാണ്, വിഭവമാണ്, അഴകാണ്, ആഭയാണ്, ആടയാണ്. മനസ്സിനാണ് ഇത് മുഴുവൻ നമുക്കുണ്ടാവേണ്ടത്. ആ മനസ്സിൽ സദ്ഗുണങ്ങൾ പ്രതിഷ്ഠിക്കുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. അനാശാസ്യമായത് മുഴുവൻ തള്ളിക്കളഞ്ഞ് ആശാസ്യമായത് വളർത്തിയെടുക്കുക, ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. The entire process of human inner development consists of the twin process. What is the twin process? Eliminating and eschewing the undesirable, incorporating and imbibing the desirable. അവസാനത്തെ ശ്വാസം വരെ നടക്കേണ്ടതാണ്. ഇത് മുഴുവനും വിഷയമണ്ഡലത്തിൽ നടക്കുന്ന പ്രക്രിയ, പദ്ധതിയാണ്, അനുധാവനമാണ്, സാധനയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഈ അഷ്ടാവക്ര സംഹിതയിലുള്ള ഡിസ്കഷൻ. അതിന് മൊത്തത്തിൽ നമ്മൾ അധ്യാത്മം എന്ന് പറയുന്നു. പക്ഷേ അധ്യാത്മം എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? എനിത്തിങ് ദാറ്റ് ഈസ് ബിയോണ്ട് മാറ്റർ ആൻഡ് എനർജി, വിച്ച് പ്രൊവൈഡ്സ് ദ നെസസറി ആനിമേഷൻ ആൻഡ് ആക്ടിവിറ്റി ടു ദ മാറ്റർ എനർജി അഗ്രിഗേറ്റ് കോൾഡ് ദ ബോഡി. ആ ശരീരത്തെ വേണ്ടതുപോലെ ഉജ്ജീവിപ്പിച്ച് നിർത്തി പ്രവർത്തനക്ഷമമാക്കി സംവേദനക്ഷമമാക്കി നിലനിർത്തുന്ന ആ ഘടകമുണ്ടല്ലോ, ദാറ്റ് ഇന്നർ പ്രസൻസ് ആൻഡ് പവർ, അതിനെയാണ് ഈ അധ്യാത്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്നോട് പറയൂ, അധ്യാത്മം നമുക്ക് അനിവാര്യവും അത്യാവശ്യവുമാണോ അതോ ഒഴിച്ചു നിർത്താവുന്നതോ എന്ന് നല്ലോണം ആലോചിച്ച് മറുപടി പറയുക. നാളെ മുതൽക്ക് ഈ ശാസ്ത്രം കഴിഞ്ഞ കൊല്ലം നിർത്തിയ ശ്ലോകത്തിൽ നിന്ന് തുടങ്ങി അവിടുന്ന് അങ്ങയുടെ ഒരു ശ്ലോകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ശ്ലോകമാണ് ഞാൻ ആദ്യം ചർച്ച ചെയ്യുക. ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനി നതേ വിഭോ. ഈ ശ്ലോകമാണ് നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അതിന് തയ്യാറാവണം, ക്ഷമ വേണം. ചില സമയത്തൊക്കെ സൂക്ഷ്മമായിട്ടാണ് പറയുക. അയ്യോ ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് നിങ്ങൾ പറയരുത്. ഇത് നരിക്കും പുലിക്കും പട്ടിക്കുമുള്ള സംസാരമല്ല, മനുഷ്യർ തന്നെ കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാവണില്ല എന്നൊരു വാക്ക് പറയരുത്. പിന്നെ എന്തിനാ നമ്മുടെ ബുദ്ധി? മനസ്സിലാക്കാനല്ലേ, ആലോചിക്കാനല്ലേ. ആ ഒരു തയ്യാറോടുകൂടി തീർപ്പോടുകൂടി വന്നാൽ എനിക്ക് വളരെ സന്തോഷം. നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സാ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ച് അനുഗ്രഹിക്കുന്നു. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവമഹം തദേവ
പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഓം, ഹരി ഓം. എല്ലാവരും ആ ഓംകാരം എന്നുള്ള ഉച്ചാരണം കൊണ്ടുള്ള തപസ് അനുഷ്ഠിച്ച് ലോകം മുഴുവനും നന്നാവട്ടെ. ഓ